ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്താണ് ഉളുഹിയ്യത്ത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു, ഹിയ മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല മിൻ യൗമിൽ ഈദി ഇലാ ആഖിരി അയ്യാമിത് തശ്രീഖ്. ബലിപെരുന്നാളിൻ്റെയും അയ്യാമുത്ത് തശ്രീഖിൻ്റെയും ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ആട്, മാട്, ഒട്ടകം എന്നിവയിൽ നിന്ന് അറുക്കപ്പെടുന്ന മൃഗത്തിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളുഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറവ് നടത്തുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയമുള്ള ഒരു കർമ്മവും ബലിപെരുന്നാൾ ദിനത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. കൊമ്പ്, കുളമ്പ്, രോമം എന്നിവയോടുകൂടി അന്ത്യദിനത്തിൽ അറവ് മൃഗം വരും. അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അള്ളാഹു അത് സ്വീകരിക്കും. ആയതിനാൽ ഉളുഹിയ്യത്ത് കൊണ്ട് നിങ്ങൾ തൃപ്തരാവുക. ഉളുഹിയ്യത്ത് മൃഗം അന്ത്യനാളിൽ വരുമെന്നും സിറാത്ത് പാലം കടക്കുമ്പോൾ അത് അവൻ്റെ വാഹനമായിരിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആരാണ് ഉളുഹിയ്യത്ത് അറുക്കേണ്ടത്? ബലിപെരുന്നാൾ ദിനത്തിൽ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ കഴിച്ച് ഉളുഹിയ്യത്ത് നിർവഹിക്കാനുള്ള സമ്പത്ത് ബാക്കി വരുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉളുഹിയ്യത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണ്. ആർക്കാണ്? ബലിപെരുന്നാൾ ദിനത്തിൽ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ കഴിച്ച് ഉളുഹിയ്യത്ത് നിർവഹിക്കാനുള്ള സമ്പത്ത് ബാക്കി വരുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കൽ ശക്തമായ സുന്നത്താണ്.